നമസ്കാരം. നമ്മുടെ കേരളത്തിൻ്റെ പടിഞ്ഞാറേ തീരത്ത് ആ കടലിനുള്ളിൽ നമ്മളിൽ നിന്ന് വിട്ടുപോയ ഒരു 3 പേരുണ്ട്. ഒരു ഷിജിൻ, അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 5 തെങ്ങ് കടപ്പുറത്ത് നിന്നും കാണാതായ ഷിജിൻ, അതോടൊപ്പം നീണ്ടകരയിൽ നിന്ന് ഗൗതം കൃഷ്ണ, വിഴിഞ്ഞത്ത് നിന്ന് ഒരു ജോൺ. ഇങ്ങനെ 3 പേർ അനിശ്ചിതത്വത്തിലാണ്. ഏകദേശം ഒരാഴ്ചയ്ക്ക് മുകളിലായി നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന 3 മത്സ്യത്തൊഴിലാളികൾ ഇന്ന് കടലിനുള്ളിൽ കിടക്കുകയാണ്. നമ്മുടെ സർക്കാർ എന്ത് ചെയ്തു? വി അബ്ദുൽ ഗഫൂർ എന്ന് പറയുന്ന ഫിഷറീസ് വകുപ്പ് മന്ത്രി അവരെ കണ്ടെടുക്കുന്നതിന് വേണ്ടി എന്താണ് ചെയ്തത്? ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് കുടുംബം ആരോപിക്കുന്നു. സ്വന്തം ഉറ്റവന് വേണ്ടി ആ റോഡിലും മറ്റുമായി ഉപരോധിക്കേണ്ടി വരുന്ന ബന്ധുക്കളുടെ, വേണ്ടപ്പെട്ടവരുടെ മാനസികാവസ്ഥയെക്കുറിച്ചും ചിന്തിച്ചു നോക്കും. എത്ര ദാരുണമാണ് അവരുടെ അവസ്ഥ. കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്ത് നിന്നും കടലിൽ പോയ ജോണിൻ്റെ മകൾ കഴിഞ്ഞ ദിവസം ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. ചില വിവരങ്ങൾ പുറത്തേക്ക് വിട്ടു. വിവരങ്ങൾ മാത്രമല്ല, ആ കുട്ടിയുടെ വേദന മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് പറയുകയാണ്. പോയിരിക്കുന്നത് മറ്റാരുമല്ല, സ്വന്തം പിതാവാണ്. സ്വന്തം പിതാവ് കടലിൽ പോയിരിക്കുന്നു. ആ തിരച്ചിൽ പോലും നടത്തില്ല. അവർ ചോദിക്കുന്ന ഒരു ചോദ്യം എത്ര പ്രസക്തമാണെന്ന് ആലോചിച്ച് നോക്കൂ. കോസ്റ്റ് ഗാർഡ് എന്ന് പറഞ്ഞാൽ മൃതദേഹം തിരികെ കടൽപ്പുറത്തേക്ക് എത്തിക്കഴിയുമ്പോൾ അതിൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾ നടത്തുന്നതിന് വേണ്ടിയിട്ടാണോ ഉള്ളത്? ഒരു ഹെലികോപ്റ്റർ 1.5 മണിക്കൂർ മാത്രം പറന്നുകൊണ്ട് എന്ത് കണ്ടുപിടിക്കാനാണ് നമ്മുടെ കടലിൽ നിന്ന്? പിന്നെ അതോടൊപ്പം ഇവർക്ക് കൊടുക്കേണ്ട നിർദ്ദേശങ്ങൾ, അതായത് മത്സ്യത്തൊഴിലാളികൾക്ക് കഴിഞ്ഞ പ്രളയകാലഘട്ടത്തിൽ 2018 പ്രളയകാലഘട്ടത്തിൽ മറ്റൊന്നും നോക്കാതെ അവരവരുടെ വള്ളവും എടുത്തുകൊണ്ട് മലയോര മേഖലകളിലേക്ക് ചാടിക്കയറിപ്പോയ ഒരുപറ്റം ആളുകളാണ് ഈ മത്സ്യത്തൊഴിലാളികൾ. സ്വന്തം സഹോദരങ്ങളാണ് അവിടെ നിൽക്കുന്നത്. അവരന്ന് ഒറ്റ കാര്യമേ ആവശ്യപ്പെട്ടുള്ളൂ: ഞങ്ങൾക്കും ഇതുപോലെ ആവശ്യങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്കൊപ്പം നിന്നാൽ മതിയല്ല, ഞങ്ങൾക്ക് യാതൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വള്ളം എടുത്തുകൊണ്ട് ലോറിയിൽ കയറ്റി ഈ പറയുന്ന പന്തളം, പാണ്ടനാട് അതുപോലെയുള്ള വെള്ളം കയറിയ പ്രദേശങ്ങളിലേക്ക് അവർ യാത്ര ചെയ്തപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ അവരെ കേരളത്തിൻ്റെ സ്വന്തം നാവികസേന എന്നാണ് വിളിച്ചത്. അവരിൽപ്പെട്ട പാവങ്ങളായ 3 പേർ 3 സ്ഥലത്ത് നിന്ന്, 5 തെങ്ങ്, നീണ്ടകര, വിഴിഞ്ഞം, ഇവിടെ നിന്ന് കടലിലായിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും എന്താണ് നമ്മുടെ സിസ്റ്റത്തിന് ഒരു അനക്കമില്ലാത്തത്? ഇവിടെ ജില്ലാ കളക്ടർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇതെല്ലാം ചെയ്യാൻ നമ്മുടെ ഈ സംവിധാനങ്ങളുണ്ട്, പക്ഷേ നമുക്കതിനുള്ള ഫണ്ട് അലോക്കേറ്റ് ചെയ്തിട്ടില്ല, അതിനുള്ള പണം ഞങ്ങളുടെ കയ്യിലില്ല. യൂജിൻ പെരേരയെ പോലുള്ള അതിരൂപതയിൽ നിന്നുള്ള മെത്രാന്മാരടക്കം ഇവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എവിടെയാണ് തിരച്ചിൽ ഫലപ്രദമായ തിരച്ചിൽ നടന്നിട്ടുണ്ടോ? ആ പറയുന്ന ബന്ധുക്കളുടെ, അവിടെ വന്ന് കൂടിയിരിക്കുന്ന ഉറ്റവരുടെ സ്വന്തം അച്ഛൻ കടലിലേക്ക് പോയി, കാണുന്നില്ല. സ്വന്തം ആ ഒരു കുട്ടി പറയുകയാണ്, എൻ്റെ മക്കൾ ചോദിക്കുന്നു കടലിലേക്ക് പോയ പപ്പ എവിടെ എന്ന് ചോദിക്കുമ്പോൾ അവരെ എന്ത് പറഞ്ഞിട്ടാണ് സമാധാനിപ്പിക്കുക? എന്തൊരു ഗതികെട്ട സംവിധാനമാണ് നമ്മുടെ നാട്ടിലേത് എന്നുള്ള കാര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ കടലിലേക്ക് പോയവർക്ക് വേണ്ട ഒരു അപായ സിഗ്നൽ, അതല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് നിർദ്ദേശം, നിങ്ങൾ പോകാൻ പാടില്ല, ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഒരു കാലാവസ്ഥാ നിർദ്ദേശം ഇതുപോലും നൽകാൻ നമ്മുടെ സംവിധാനത്തിന് കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണെന്ന് ഇതൊക്കെ ഇവിടെ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്? 3 പേർ കടലിൽ പോയിട്ടൊന്ന് തെരഞ്ഞ് കണ്ടുപിടിക്കാനുള്ള സംവിധാനം നമ്മുടെ കേരളത്തിലില്ലെങ്കിൽ പിന്നെ എന്തിനാണെന്ന് ഇതൊക്കെ തുറന്നു വെച്ചുകൊണ്ടിരിക്കുന്നത്? അടച്ചിട്ട് പൊക്കൂടെ? അടച്ചിട്ട് വേറെ ഏതെങ്കിലും വഴിക്ക് വയ്ക്കൂടെ? 3 പേരുടെ ജീവൻ വെച്ചിട്ടാണ് സത്യത്തിൽ നമ്മുടെ സംവിധാനം കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് മോശമാണ്! അവരുടെ കുടുംബക്കാർ, ആ പെൺകുട്ടി, ഞാൻ പറഞ്ഞില്ലേ, വിഴിഞ്ഞത്തുള്ള ആ പെൺകുട്ടി മാധ്യമങ്ങളിലൂടെ തൻ്റെ ആശങ്ക വ്യക്തമാക്കി. തൻ്റെ അച്ഛനെ കാണാതായതിൻ്റെ പുറത്ത് അവർ ഉയർത്തിയ നിരവധി വിവാദ വിഷയങ്ങളുണ്ട്. അല്ലെങ്കിൽ ആ പെൺകുട്ടി പറഞ്ഞതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ കടൽപ്പുറത്ത് തൻ്റെ പിതാവിനെ കാണാതായ ഒരു സംഭവം ഉണ്ടായിട്ട് ആ സമയത്ത് ഇവിടുത്തെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരാൾ സ്വന്തം കാര്യത്തിന് വേണ്ടി, സ്വന്തം ഫാദർ ഇൻ ലോയെ, ആ കുട്ടി ഉപയോഗിച്ച വാക്ക് അങ്ങനെയാണ്, സ്വന്തം അമ്മായിച്ചനെ കാണാൻ വേണ്ടിയിട്ട് ഹെലികോപ്റ്റർ പിടിച്ച് ആലുവയിലേക്ക് പോകുന്ന സാഹചര്യം. ആ സമയത്ത് ആ കുട്ടിയുടെ പിതാവ് കടലിൽ കിടക്കുകയാണ്. കടലിൽ അപകടമുണ്ടായി, കടലിൽ പെട്ടുകിടക്കുകയാണ്. അതന്വേഷിക്കാൻ അദ്ദേഹത്തിന് സമയം ഉണ്ടായിരുന്നില്ല. അതിനെ നിശിതമായി ആ കുട്ടി വിമർശിക്കുന്നുണ്ട്. നിശിതമായി വിമർശിച്ച ആ പെൺകുട്ടിയെ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ്സുകാരും യൂത്ത് ലീഗുകാരും കൂടി ചേർന്നിട്ട് എന്ത് ചെയ്തു? ആ കുട്ടിയെ സൈബർ ഇടത്തിൽ ക്രൂരമായി അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് ഇവിടെ പ്രസ്താവനകളും അതോടൊപ്പം തന്നെ സൈബർ ഇടങ്ങളിൽ കമൻറ്റുകളും കൊണ്ട് നിറക്കിയായിരുന്നു ആ പെൺകുട്ടിയെ. ആ കുട്ടിയുടെ വികാരം എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? ആ കുട്ടി ഉയർത്തുന്നത് നമ്മുടെ ഭരണകൂടത്തിനെതിരായിട്ടുള്ള ശക്തമായ വാക്കുകളാണ്. ആ കുട്ടി നമ്മളോട് പറയുന്നത് ഭരണകൂടത്തിൻ്റെ നിഷ്ക്രിയത്വത്തിൻ്റെ മകുടോദാഹരണങ്ങളാണ് ആ കുട്ടി നമ്മളോട് വെളിവാക്കുന്നത്. അതല്ലേ നമ്മൾ കാണേണ്ടിയിരുന്നത്? പക്ഷേ ഇവിടെ എല്ലാവരും അവരുടെ ബന്ധുക്കൾക്ക് മക്കളെ കാണാനില്ലാത്ത അമ്മമാരുടെ ദുഃഖം,
സ്വന്തം ആ ഭർത്താവിനെ കാണാത്ത ഭാര്യയുടെ ദുഃഖം, അച്ഛനെ കാണാത്ത മക്കളുടെ ദുഃഖം, ഈ കണ്ണീരിൻ്റെ മുകളിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ ഭരണാധികാരികൾ ഈ പറയുന്ന കൊട്ടാര സദൃശമായ ജീവിതത്തിൽ ഇങ്ങനെ പുളച്ചുകൊണ്ടിരിക്കുന്നത്. ഇതല്ലേ അക്ഷരാർത്ഥത്തിൽ പരിഹരിക്കപ്പെടേണ്ട വിഷയം? ഇത്രയും നാളായി. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഈ കഴിഞ്ഞ ഇന്ന് നീണ്ടകരയിൽ അവിടെ ഒരു വലിയ സംഘം പ്രതിഷേധം നടത്തുന്നുണ്ട്. ഇതേ തുടർന്നിട്ട് എന്ത് ചെയ്തു? അവിടെ തിരച്ചിൽ ഇങ്ങനെ അത്യാവശ്യം കൊണ്ടു നടക്കുന്നുണ്ട്. അപ്പം മുങ്ങൽ വിദഗ്ധരെ കൊണ്ടുവന്ന് അവിടെ തിരച്ചിൽ നടത്തുന്നു. ദിവസം എത്ര കഴിഞ്ഞു എന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അപ്പോൾ ഇവിടെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു നീക്കവും ഇതുവരെയായി വി അബ്ദുൽ ഗഫൂർ കേൾക്കാൻ വേണ്ടി തന്നെ പറയുകയാണ്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ യാതൊന്നും നടക്കുന്നില്ല എന്നാണ് ഷിജിൻ്റെ ഭാര്യ പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന എന്നിട്ട് എന്ത് ചെയ്തു? ഈ ഷിജിൻ്റെ ഭാര്യയും അവരുടെ ബന്ധുക്കളും നാട്ടുകാരും എല്ലാം കൂടെ ചേർന്നിട്ട് അവരുടെ സ്വന്തം ചെലവിൽ സ്കൂബ ഡൈവേഴ്സിനെ കൊണ്ടുവന്നിട്ട് അവിടെ തിരച്ചിൽ നടത്തുകയായിരുന്നു. എന്താ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മത്സ്യത്തൊഴിലാളികളോട് എന്തിനാണ് ഇത്ര അവഗണന? എന്തിനാണ്? അവർ മനുഷ്യരല്ലേ? കടലിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, കടലിലേക്ക് പോയാൽ പിന്നെ പറയണ്ടല്ലോ എന്നാണ് ഒരു മുഖ്യമന്ത്രി ചോദിക്കുന്നത്. അപ്പോൾ കടലിൽ നിന്ന് പോകുന്ന വിഭവങ്ങൾ, ആവോലി അടക്കമുള്ള മീൻ കൊണ്ടുവച്ച് കഴുകി കറി വെച്ച് വറുത്തുമൊക്കെ ഇരുന്ന് കഴിക്കാം. അത് പിടിക്കാൻ പോകുന്നവരുടെ ജീവിതം ഇതാ അവസ്ഥ. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതോടൊപ്പം തന്നെ അവർ പറയുന്നൊരു വാക്യമുണ്ട്, ഞങ്ങളെ കൈവിട്ട മട്ടാണ്. ആര്? സർക്കാർ. ചേർത്ത് പിടിക്കേണ്ട സർക്കാരിൻ്റെ കാര്യമാണ് പറയുന്നത്. ഞങ്ങളെ കൈവിട്ട മട്ടാണ്, എനിക്കെൻ്റെ ഭർത്താവിനെ വേണം. കടലിൽ പോയ പപ്പ തിരിച്ചു വരാത്ത എന്താണെന്ന് മക്കൾ ചോദിക്കുന്നു. ഞാൻ എന്ത് ചെയ്യണം? സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ആളുകൾ വന്നിരുന്നു, പക്ഷേ എനിക്ക് ആശ്വാസ വാക്കല്ല വേണ്ടത്, എനിക്കെൻ്റെ ഭർത്താവിനെയാണ് വേണ്ടത്. അവരെ വന്ന് സമാധാനിപ്പിച്ച് പോയിട്ട് കാര്യമില്ല. രാജേഷ് എന്ന് പറയുന്ന ഒരാളുടെ കുടുംബത്ത് പോയി നിന്ന് കരഞ്ഞ് മുഖം പൊത്തി തിരിച്ചു വന്നിട്ട് കാര്യമില്ലെന്നേ. ഇവിടെ വേദനിക്കുന്നവരുടെ, വിഷമിക്കുന്നവരുടെ, കാത്തിരിക്കുന്നവരുടെ അടുത്തേക്ക് അവരുടെ ഉറ്റവരും ഉടയവരും വന്നെത്തണം. അതിനുവേണ്ടി സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും? യുദ്ധം കാരണം തിരിച്ചു വന്നതാണ്. അദ്ദേഹം വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഭർത്താവ് യുദ്ധം കാരണം തിരിച്ചിവിടെ വരുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ പറയുന്ന ആശ്വാസ വാക്കല്ല എനിക്ക് വേണ്ടത് എൻ്റെ കുഞ്ഞുങ്ങളെ തൃപ്തിപ്പെടുത്താൻ എൻ്റെ ഭർത്താവിനെ തിരികെ വേണം എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന കളക്ടർ ഈ വിഴിഞ്ഞത്ത് ഉള്ള സംഭവം നോക്കിയിട്ട് ഈ പറയുന്ന രീതിയിൽ തമിഴ്നാട് ഭാഗത്തേക്ക് തിരച്ചിൽ ഊർജിതമാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും 8ാം ദിവസമാണ്. 8 ദിവസം വരെയൊന്നും ഇതുവരെ കാര്യക്ഷമമായ തിരച്ചിൽ നടപടികൾ ജോണിൻ്റെ കുടുംബം പറയുന്നു തിരച്ചിൽ നടപടികൾ നടത്തിയിട്ടില്ല. അപ്പോൾ എന്നിട്ട് ഈ പറയുന്ന കളക്ടർ പറഞ്ഞ് നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇവിടെ നമ്മുടെ ഈ സംവിധാനങ്ങളുണ്ട്, പക്ഷേ അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് നമ്മുടെ കയ്യിലില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഈ പറയുന്ന കാര്യങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരു കമ്മ്യൂണിറ്റിയോട്, ഒരു സമൂഹത്തോട്, കടൽ തീരത്ത് താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ എന്ന് പറയുന്ന സമൂഹത്തോട് നമ്മുടെ മന്ത്രിമാർ, നമ്മുടെ ആൾക്കാർ നടത്തുന്ന ഉത്തരവാദിത്തം ഇത്രത്തോളവുമുള്ളു എന്നുള്ളതാണ് നമ്മൾ ഈ 3 മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തിൽ നിന്നും, അല്ലെങ്കിൽ അവർ നേരിടേണ്ടി വരുന്ന ഈ കടുത്ത അവഗണനയിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്.